ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മൂവട്ടുകോണം ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ തൂക്ക മഹോത്സവമായിരുന്നു. അപ്പോൾ തൂക്കത്തിനുള്ള വില്ലൊക്കെ അവിടെ റെഡിയായി. തൂക്കക്കാരനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അമ്മത്തൂക്കത്തിനുള്ള ഒരുക്കാണ് കേട്ടോ. അമ്മത്തൂക്കമാണ് ആദ്യം നടത്തുന്നത്. അമ്മത്തൂക്കമാണ്, അത് കഴിഞ്ഞാണ് കുട്ടികളുടെ തൂക്കം. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ ഫ്രണ്ട്സ്, അമ്മത്തൂക്കം. അങ്ങനെ ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ. അടിപൊളിയായിരുന്നു. രാത്രി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു തീരണടം വരെ. പിന്നെ രാത്രി കുരിശിയും ആറാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശാന്തസ്വരൂപത്തിലുള്ള ഭദ്രകാളി അമ്മയാണ് കേട്ടോ. 4 കൈകളോട് കൂടിയതും ശാന്തസ്വരൂപിണിയും സർവാഭരണ വിഭൂഷിതയും സർവായുധധാരിയുമായ ഭദ്രകാളി ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളാവാനായിട്ട് ഒരുപാട് വൈകുന്നവരും, അതുപോലെ കുട്ടികൾ ഉണ്ടായി അവരുടെ ഒരു ആരോഗ്യവും വിദ്യാഭ്യാസവും അവരുടെ എല്ലാ തരത്തിലുള്ള നല്ല ഇതിനും വേണ്ടിയിട്ട് ദേവിക്ക് വഴിപാടായിട്ട് നടത്തുന്നതാണ് നമ്മൾ ഈ തൂക്ക വഴിപാട് കേട്ടോ. ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായി ഒരുപാട് ദൂരദേശത്തു നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് നാൾ സന്താന ഭാഗ്യമൊന്നും ഇല്ലാതിരുന്നവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്കും ശക്തി സ്വരൂപിണിയായ ഒരു ദേവിയാണ് നമ്മുടെ ഭദ്രകാളി അമ്മ. നൂറ്റാണ്ടുകളോളം മുടിപ്പുര എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ പറയും കേട്ടോ. തൂക്ക മുടിപ്പുര എന്നാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് മൂവട്ടുകോണം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവി വടക്ക് ദർശനത്തിലും നീലകേശി അമ്മ കിഴക്ക് ദർശനത്തിലുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ ശക്തി സ്വരൂപിണിയായ ദേവിയാണ്. എല്ലാവർക്കും അമ്മയായ ദേവിയാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഓരോരോ കുഞ്ഞുങ്ങളുടെ തൂക്ക നേർച്ച ഇങ്ങനെ നടക്കുകയാണ്. ഒരു വലം വെക്കും കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റും തൂക്കവില്ലിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് ഒരു വലം വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്.